ഓഗസ്റ്റ് 1. തൻ്റേതായ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ഉറച്ച നിലപാടുകളെടുക്കുകയും ആ നിലപാടുകൾക്കനുസരിച്ച് ജീവിച്ച് ജീവിതം ധന്യമാക്കുകയും ചെയ്ത വ്യക്തിയും കത്തോലിക്ക സഭയിലെ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഒരു അപൂർവ പ്രതിഭാസം എന്ന് അൽഫോൺസ് ലിഗോരിയെ പറ്റി പറഞ്ഞാൽ അത് ഒട്ടും അപ്രസക്തമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയിലും മറ്റ് പ്രവർത്തന കഴിവുകളിലും ഒക്കെ പിതാവിന് വളരെ സന്തുഷ്ടിയും അഭിമാനവുമായിരുന്നു മകനെപ്പറ്റി. പിതാവ് ശുപാർശ ചെയ്തിട്ടുകൂടെ ഉന്നത നിയമപഠനത്തിനു വേണ്ടി മകനെ അയക്കുകയാണ്. നിയമപഠനം വളരെ വിജയപ്രദമായ രീതിയിൽ പൂർത്തിയാക്കിയതിനു ശേഷം അൽഫോൺസ് ഒരു വക്കീൽ എന്ന നിലയിലാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അദ്ദേഹം ഏറ്റെടുത്തിരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ കോടതിയിലുള്ള പ്രകടനത്തിലും ഒക്കെ ബന്ധപ്പെട്ടവരുടെ ഇടയിൽ വലിയ മതിപ്പ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ഇടവന്നു. പൊതുവെ അദ്ദേഹം ഏറ്റെടുത്ത ഒരൊറ്റ കേസ് പോലും കോടതിയിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്രകാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു പ്രസിദ്ധി നേടിയ ഒരു അവസരത്തിൽ ആ നാട്ടിൽ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പേരുകേട്ട പൊതുവെ അല്പം കോളിളക്കം സൃഷ്ടിക്കാനിടവന്ന ഒരു കേസ് അൽഫോൺസ് ലിഗോരി ഏറ്റെടുക്കാനിടവരുന്നു. അദ്ദേഹം തൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. കോടതിയിൽ പോകുന്ന അവസരത്തിലേക്ക് ആ രേഖകൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള രേഖ കാണുന്നില്ല. അദ്ദേഹം ആ രേഖയുടെ അഭാവത്തിൽ കോടതിയിൽ ചെല്ലുന്നു. കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ വിജയപ്രദമാകാൻ സാധിച്ചില്ല. അദ്ദേഹം കോടതിയിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്നു. തൻ്റെ എതിർകക്ഷി വിജയിക്കുകയും ചെയ്യുന്നു. വളരെ അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മനസ്സിലാക്കി ഈ നഷ്ടപ്പെട്ട രേഖകൾ തൻ്റെ എതിരാളികൾ കൗശലപൂർവ്വം തട്ടിയെടുത്തതാണെന്ന്. ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെയധികം സ്പർശിച്ചു. അദ്ദേഹം കോടതിയിൽ നിന്ന് തിരിച്ചു വന്ന് ചിന്താമുക്തനായിട്ട് മുറിയിൽ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ചിന്തയിൽ നിന്ന് ഉണർന്ന് അദ്ദേഹം ധീരമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഇനി ഞാൻ കോടതിയിൽ പോകുന്നതല്ല. ലോകത്തിൻ്റെ വക്രതയും കൗശലവും കണ്ട് ഞാൻ മനസ്സ് മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗൺ അദ്ദേഹം വലിച്ച് ഊരുന്നു. ഈ പ്രക്രിയ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മകനെ പിതാവ് എല്ലാവിധത്തിലും തൻ്റെ വക്കീൽ ജോലി തുടരാൻ അഭ്യർത്ഥിച്ചു എന്നുവരികിലും മകൻ ഒരിക്കലും പിന്നീട് കോടതിയിൽ പോയില്ല. ആ അവസരത്തിൽ ചിന്തയിലാണ്ട് ജീവിക്കുന്ന അവസരത്തിലാണ് അൽഫോൺസ് ലിഗോരിയുടെ ഉള്ളിൽ ഒരു വിളി എന്ന രീതിയിൽ ശക്തമായൊരു പ്രേരണയുണ്ടാകുന്നത്. വൈദിക ജീവിതത്തിലേക്കുള്ളൊരു വിളിയായിരുന്നു അത്. അദ്ദേഹം ആ വിളി അനുധാവനം ചെയ്തുകൊണ്ട് സെമിനാരിയിൽ പ്രവേശിക്കുകയും ഒരു വൈദികനായി പുറത്തു വരികയും ചെയ്യുന്നു. പക്ഷെ സ്വന്തം പിതാവ് ദൈവത്തിലും ദൈവിക കാര്യങ്ങളിലും ഒരിക്കലും വിശ്വാസമില്ലായിരുന്ന ആ അന്നത്തെ സ്ഥിതിവിശേഷത്തിൽ മകൻ്റെ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും അധികമായിരുന്നു. എല്ലാ തരത്തിലും പിതാവ് മകനെ എതിർത്തു എന്നുവരികിലും പിതാവിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് പോലും അദ്ദേഹം ഒരു വൈദികനായിട്ട് അഭിഷിക്തനാകുന്നു. അങ്ങനെ അദ്ദേഹം പല ദേവാലയങ്ങളിലെ മാറി മാറി ജോലി നോക്കുന്ന അവസരത്തിൽ ആകസ്മികമായി ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ദേവാലയ പരിസരത്തിൽ കൂടി കടന്നു പോകാൻ ഇടവരുന്ന അവസരത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയമായിരുന്നു. അദ്ദേഹം എന്തോ കാരണത്താൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകുന്നു തൻ്റെ മകനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. തൻ്റെ മകനാണ്, കാര്യം എതിർപ്പ് ഉണ്ട് മകൻ വൈദികനായതിലെ, എങ്കിലും തൻ്റെ മകനാണ് എന്നൊരു ചിന്തയോടുകൂടെ മകൻ്റെ കുർബാന അദ്ദേഹം ശ്രദ്ധിച്ചു.
ദൈവവചന പ്രഘോഷണത്തിൻ്റെ സമയം മകൻ നടത്തിയ ആ പ്രഭാഷണം പിതാവിൻ്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിക്കാനിടവരുന്നു. അവിടെ വെച്ച് പിതാവിന് വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. പിതാവ് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മകൻ്റെ അടുത്ത് ചെന്ന് മകനെ അഭിനന്ദിക്കുകയാണ് പിതാവ്. മകനെ, നീ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉന്നത പദവി സ്വീകരിക്കാൻ ഇടവന്നതിൽ ഞാൻ യഥാർത്ഥത്തിൽ അഭിമാനിക്കുന്നു. നിന്നെ നിരുത്സാഹപ്പെടുത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോഴാണ് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു വിളി, ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതിന് നീ തന്നെ നിമിത്തമായി എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു എന്ന് പറഞ്ഞ് മകനെ അഭിനന്ദിച്ചുകൊണ്ട് പിതാവ് വീട്ടിലേക്ക് മടങ്ങിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മകൻ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രത്യേക ആവേശത്തിൻ്റെയും ഒരു പ്രത്യേക ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ സന്യാസ സഭയ്ക്ക് തന്നെ രൂപം കൊടുക്കാനിടവരികയാണ്. ആ സന്യാസ സഭയാണ് റിഡംപ്റ്ററിസ്റ്റ് സഭ. ആ സഭയുടെ സ്ഥാപക പിതാവാണ് അൽഫോൺസ് ലിഗോരി. ഇദ്ദേഹത്തിൻ്റെ നിഷ്ഠയും ചിട്ടയും ബുദ്ധികൂർമ്മതയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമുള്ള ജീവിതശൈലി കണ്ട് ആ നാട്ടിലെ ഒരുപാട് യുവജനങ്ങൾ ഇദ്ദേഹം രൂപം കൊടുത്ത ഈ സന്യാസഭയിലേക്ക് ആകൃഷ്ടിതരാകുന്നു. അങ്ങനെ ആ സന്യാസ സഭ വളർന്ന് വലുതാകാൻ തുടങ്ങി. അതോടൊപ്പം ഒരു വിഭാഗം വ്യക്തികൾ അല്പം വിമത ചിന്തയോടുകൂടെ വളർന്നു വരാനും ഇടവരുന്നു. സ്ഥാപകനായ അൽഫോൺസിൻ്റെ നിഷ്ഠയും ചിട്ടയും കാർക്കശ്യവും ആ വിമത ഗ്രൂപ്പിന് പിടിക്കുന്നതല്ല. അതുകൊണ്ട് ഒരവസരത്തിൽ സഭയിൽ ഈ വിമത വിഭാഗത്തിന് സ്വാധീനം ലഭിക്കാനിടവന്ന അവസരത്തിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ സഭാപിതാവിനെ ദൈവവിളി ആ സഭയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയിൽ നിന്ന് തന്നെ ബഹിഷ്കൃതനാക്കുകയാണ്. അപൂർവ സംഭവങ്ങളിലൊന്ന് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. താൻ തന്നെ സ്ഥാപിച്ച സഭയിലെ തനിക്ക് ദൈവവിളിയില്ല എന്ന് പറഞ്ഞ് ആ സഭയിലെ അംഗങ്ങൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു. മനസ്സിൻ്റെ വേദന അത് അദ്ദേഹം യേശുവായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ച് അദ്ദേഹം ധ്യാനമഗ്നനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ കത്തോലിക്ക സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും പുണ്യപരമായിട്ടുള്ള ജീവിതശൈലിയും കണ്ട് വളരെ സന്തുഷ്ടനായി ഇദ്ദേഹത്തെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെ മെത്രാനായിട്ട് അദ്ദേഹം രൂപതയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ നീണ്ട കാലത്തോളം അദ്ദേഹം ജീവിക്കാനിടവരുന്നു. 91 വയസ്സിലാണ് അദ്ദേഹം മരിക്കാനിടവരുന്നത്. ഇതിനിടയിൽ 111 ഈടുറ്റ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് മാതാവിനെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ. ദി പെർഫെക്ഷൻ ഓഫ് മേരി ആധികാരികമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഇന്നും അൽഫോൺസ് ലിഗോരിയുടെ മാതാവിനെ സംബന്ധിച്ചുള്ള ആ ഗ്രന്ഥം. അതിനു മുമ്പും അതിനുശേഷവും ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം മാതാവിനെ സംബന്ധിച്ച് പുറത്തു വന്നതായിട്ട് പണ്ഡിതന്മാർ പറയുന്നില്ല. അത്രയും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് സംഭാവന ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളുമാണ് ഞാൻ എൻ്റെ നവസന്യാസ കാലത്ത് പൊതുവായിട്ടുള്ള വായനയ്ക്ക് വേണ്ടി സന്യാസ സഭയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പോലും ഞാൻ ഓർക്കുന്നു. അന്ന് ഈടുറ്റ ഗ്രന്ഥങ്ങളായതുകൊണ്ടായിരിക്കണം ഗുരുബോധന്മാരെ ഈ ഗ്രന്ഥം തിരഞ്ഞെടുത്ത് പൊതുവായിട്ട് വായിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം
ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും ധന്യമായ കാര്യം, സമയം ഒരിക്കലും ഇദ്ദേഹം പാഴാക്കിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ചിന്ത അനുസരിച്ച് സമയം കടന്നു പോകുന്നു, അത് ആരെയും കാത്തു നിൽക്കുകയില്ല. അതുകൊണ്ട് അവസാനത്തെ നിമിഷം വരെ ഈ ലോക ജീവിതത്തിൽ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും സമയം പാഴാക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം സർഗാത്മകമായി, ക്രിയാത്മകമായി, ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു ചിന്ത, അതിനുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ സാധിച്ചാൽ ഏറ്റവും ധന്യമായിട്ടുള്ള തീരുമാനമായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധനോട് അർപ്പിക്കാവുന്ന ഏറ്റവും ഉചിതമായ തീരുമാനവും അതുതന്നെയായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം.